ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. കോവയ്ക്ക ചെറുപയർ തോരനാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നല്ല ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ചോറിൻ്റെയോടും ചപ്പാത്തിയോടും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇന്ന് കോവയ്ക്ക ചെറുപയർ തോരനാണ് വെക്കുന്നത് കേട്ടോ. അപ്പം ചെറുപയർ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തോരനെ പോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം. അപ്പം ഞാൻ കോവയ്ക്ക ഇതേമാതിരി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി തോരൻ തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഞാൻ ഒരു 1.5 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു സ്പൂൺ കടുകിട്ടു, ഒരു 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഒരു 3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 4 അല്ലി വെളുത്തുള്ളി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കറിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമുക്ക് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നമുക്കത് ചോറിൻ്റെയോടും ചപ്പാത്തിയോടും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ കോവയ്ക്ക ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്കുന്നുണ്ട്. അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസൊക്കെ ചെയ്യണേ. അപ്പോൾ ഇനി ഇത് കണക്ക് ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതേവരെ ബായ്.